കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റ AP ഷൗക്കത്ത് അലി അന്വേഷണം നന്നായി മുന്നോട്ട് പോകുന്നു. ഓപ്പറേഷൻ തൂഫാനിൽ നടപടികൾ ശക്തമാക്കും. കോഴിക്കോട് നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുമെന്നും ഷൗക്കത്ത് അലി പറഞ്ഞു. ആലപ്പുഴയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇനി ആ കേസിൻ്റെ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യങ്ങൾ മാത്രം ചോദിക്കരുത്. ആ കേസിൽ ചുമതല ഇപ്പോഴും ഞാൻ തന്നെയാണ് നടന്നത്. അതിന് വേറെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്, ബൈജു പൗലോസ് DYSP. ആ കേസ് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. തൂഫാൻ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് വീണ്ടും അത് എൻ്റെ പരിധിയിൽ വരുന്നതിൽ പരമാവധി നന്നാക്കാൻ നോക്കും. ആൾറെഡി അത് നല്ല ട്രാക്കിലാണ് അത് നടന്നത്. സമീർ സി മുഹമ്മദ് കൂടുതൽ വിവരങ്ങൾ. സമീർ, എന്താണ് പുതിയ ജില്ലാ പോലീസ് മേധാവി പറയുന്ന കാര്യങ്ങൾ? സർക്കാരിന്റെ കാലത്ത് നവകേരള യാത്രക്കിടയിലായിരുന്നു അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ഗവൺമെന്റ്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള യുവാക്കൾക്കെതിരെയായിരുന്നു അതിക്രൂരമായിട്ടുള്ള മർദ്ദനം. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരായ 5 പേർക്കെതിരെ പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് UDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനിടയിലാണ് ഇതിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ആളാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന AP ഷൗക്കത്ത് അലി. അദ്ദേഹം പുതിയ ചുമതലയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഇന്ന് കോഴിക്കോട് സിറ്റി കമ്മീഷണറായി ചുമതലയേറ്റു. ആ വേളയിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ആ വേളയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. അതിന്റെ SITയുടെ തലവൻ താൻ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത്. കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. വിഷയത്തിൽ ഒരു വെള്ളം ചേർക്കലും ഇല്ലാതെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൺമാന്മാർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും എന്ന കാര്യവും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് വ്യക്തമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുൻ ADGP ആയിട്ടുള്ള ADGP MR അജിത് കുമാറിന്റെ ഓഫീസിൽ നിന്നുള്ള 2 ഗ്രേഡ് SIമാരെ വിളിച്ചു വരുത്തുകയും ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ അവർക്ക് ഉണ്ടായി. മുൻ സർക്കാരിന്റെ കാലത്ത് പല രേഖകളും നശിപ്പിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് DYSP ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. താൻ അതിന്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇപ്പോഴും തനിക്ക് അതിന്റെ ചുമതലയുണ്ട്. ആ വിഷയത്തിൽ ഒരു വിധത്തിലുമുള്ള വീഴ്ചയും ഉണ്ടാകില്ല. നല്ല രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് കോഴിക്കോട് സിറ്റിയിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള തൂഫാന്റെ വേട്ട, അതായത് മയക്കുമരുന്നിനെതിരെ നടക്കുന്ന തൂഫാൻ എന്ന പേരിൽ നടക്കുന്ന ഓപ്പറേഷൻ അത് ശക്തമാക്കാനുള്ള തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ കോഴിക്കോട് നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്ക് അത് രൂക്ഷമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പാക്കും എന്ന കാര്യം കൂടി കോഴിക്കോട് സിറ്റി കമ്മീഷണറായി ചുമതലയേറ്റ AP ഷൗക്കത്ത് അലി വ്യക്തമാക്കുന്നുണ്ട്. അത്തരം പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. സമീർ വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.